നമസ്കാരം. ബീഹാറിൽ പ്രതിപക്ഷത്തിന് വമ്പൻ തിരിച്ചടി നൽകിക്കൊണ്ട് ലാലു പ്രസാദ് യാദവിന്റെ കൂട്ടാളിയുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് പുരോഗമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലാലു പ്രസാദ് യാദവിന്റെ അടുത്ത കൂട്ടാളിയായ സുഭാഷ് യാദവിന്റെ വസതിയിലാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ പരിശോധന ഉണ്ടായിരിക്കുന്നത്. പാറ്റ്നയിലെ പല വസതികളിലും ഇത്തരത്തിലുള്ള റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രാദേശിക മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. മണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിലാണ് നിലവിൽ ഈ സുഭാഷ് യാദവിന്റെ വീട്ടിൽ ഇഡിയുടെ റെയ്ഡ് പുരോഗമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൽ കള്ളപ്പണ ഇടപാടുകളും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റും ദേശീയ മാധ്യമങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്ത വാർത്തകളിൽ ഒന്നായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ സാന്നിധ്യം. പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും അദ്ദേഹം ജയിലിലായിരുന്നു, അഴിക്കുള്ളിലായിരുന്നു, വിവിധ അഴിമതി കേസുകളിൽ പെട്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കൊന്നും അത്ര ഒരു ആക്റ്റീവായി ഇറങ്ങാൻ ലാലു പ്രസാദ് യാദവിന് സാധിച്ചിരുന്നില്ല. അതൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ സജീവമായി തന്നെ മുന്നിൽ ഉണ്ടാവുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ലാലു പ്രസാദ് യാദവിന്റെ വലം കൈയായ സുഭാഷ് യാദവിന് നേർക്ക് ഇഡിയുടെ ഭാഗത്തു നിന്നും നിർണായകമായ നടപടി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ലാലു പ്രസാദ് യാദവിനുള്ള അഴിമതി കഥകൾ രാജ്യം മുഴുവൻ അറിയാവുന്നതാണ്. കാലിത്തീറ്റ അഴിമതി മുതൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ, അങ്ങനെ നിരവധി അഴിമതി കേസുകളിൽ പ്രതിയായ ലാലു പ്രസാദ് യാദവിന്റെ കൂട്ടാളികളും ഇതിലൊന്നും പിന്നിലല്ല. അതുകൊണ്ട് തന്നെ മറ്റ് RJD നേതാക്കളിലേക്കും അന്വേഷണം ഉണ്ടാകും, അല്ലെങ്കിൽ ഇഡിയുടെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. തീർച്ചയായും ഇത് ബീഹാറിൽ INDA എന്ന പ്രതിപക്ഷ മുന്നണിക്ക് വലിയ തിരിച്ചടി തന്നെയായിരിക്കും സമ്മാനിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.